മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് 2 ആണ്ട് പൂർത്തിയാകുമ്പോൾ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ ജൂലൈ 30-ന് രാവിലെ 9 മണിക്ക് സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടക്കും. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് ഹൃദയഭൂമിയിൽ അനുസ്മരണവും സർവമത പ്രാർത്ഥനയും നടക്കുന്നത്. മന്ത്രി ടി സിദ്ദിഖ് അനുസ്മരണ പ്രഭാഷണം നടത്തും. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ, അതിജീവിതർ, കലക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തനം നടത്തിയ സന്നദ്ധ സംഘടനകളുടെ പ്രതിനിധികളും പങ്കെടുക്കും. നാളെ ജൂലൈ 30 ഞങ്ങളെ സംബന്ധിച്ചോളം ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു ദിവസമാണ്. നിങ്ങളിവിടെ കാണുന്ന നിങ്ങളെ കൂടെ പിറപ്പുകളാണ്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നാളെ എല്ലാവരും ഇവിടെ ഒരു സർവമത ആചാരങ്ങളോടെ ഞാനിവിടെയൊക്കെ മറവ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സർവമത പ്രാർത്ഥന കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഈ വർഷം അത് വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ട പഞ്ചായത്ത് അധികൃതരും മറ്റു സംഘടനകളും എല്ലാവരും സജീവമായിട്ട് നാളെ ഇവിടെ രാവിലെ 9 മണിക്ക് തന്നെ എല്ലാവരും എത്തും. 10 മണിക്കാണ് നമ്മൾ പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിനുവേണ്ട മറ്റു മന്ത്രിമാരും മറ്റു ആളുകളൊക്കെ ആ സമയത്ത് എത്തും. അപ്പോൾ അതുകൊണ്ട് മറ്റു പണ്ഡിതന്മാരും എല്ലാവരും പങ്കെടുക്കും. എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥനകളുണ്ടാവും. അതിൽ എല്ലാവരും പങ്കെടുക്കണം. കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു 2 വർഷങ്ങൾക്ക് മുൻപ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. നാളെ ജൂലൈ 30 2 വർഷം തികയാണ്. ഈ ഒരു ദിവസം ഒരു സർവമത പ്രാർത്ഥനയും അതുപോലെ തന്നെ കുടുംബങ്ങളെല്ലാവരും ഒത്തുചേർന്നുള്ള ഒരു സർവമത പ്രാർത്ഥന, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നാളെ ഇവിടെ നടക്കാൻ പോകുന്നത്. എന്തായാലും അതിനുവേണ്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഈ മേപ്പാടിയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള മഴയാണ് ഇപ്പോൾ പെയ്യുന്നത്. പക്ഷേ ഈ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെ നാളത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഈ ഭാഗത്തെല്ലാം ചെളി നിറഞ്ഞു കിടക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ദിവസം ഈ ബന്ധുക്കളെ എല്ലാവരെയും ഇവിടെ എത്തിക്കാനുള്ള ഒരു പ്ലാനാണ് ഈ പഞ്ചായത്തും മറ്റ് അധികൃതരും ചെയ്തത്. പല സ്ഥലങ്ങളിലായിട്ട് താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടി നാളെ പ്രത്യേക KSRTC ബസ്സുകളും ഉണ്ടാവും എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ കുടുംബങ്ങളും അല്ലാത്തവരും, ബന്ധുക്കളും കുടുംബങ്ങളും അല്ലാത്ത പൊതുജനങ്ങളും ഉദ്യോഗസ്ഥരും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളും അല്ലാത്തവരുമൊക്കെ നിരവധി ആളുകൾ ഇവിടെ എത്തുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പെരുമഴയാണ് ഇന്നും ഈ ചൂരൽമല സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. പക്ഷേ ഈ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള ഇതിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.